തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചു. 15 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് LDF വിജയം നേടിയിരിക്കുന്നത്. പോൾ ചെയ്ത വോട്ടിന്റെ 75% LDF കരസ്ഥമാക്കി. 2014-ലും 2019-ലും LDF എതിരില്ലാതെ വിജയിച്ചിരുന്നു. വിവരങ്ങളുമായി ബിജു ചേരുന്നുണ്ട്. ബിജു, 1.5 പതിറ്റാണ്ടിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ LDF ആധിപത്യം പുലർത്തിയിരിക്കുന്നു. എന്താണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? ബിജു. ശിവൻ, 2014-ലും 2019-ലും എതിരില്ലാതെ വിജയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് 2024-ൽ നിന്നും വിജയം നേടിയിരിക്കുന്നത്. 15,458 വോട്ടർമാരാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ ആകെ ഉള്ളത്. ഇതിൽ 3,299 പേരാണ് വോട്ടവകാശം വിനിയോഗിച്ചത്. ഇതിൽ 75% മേൽ എല്ലാ സ്ഥാനാർത്ഥികളും വോട്ട് നേടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ടത്, ഈ 15 വർഷത്തിന് ശേഷം തങ്കമണി സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ, അതായത് കോൺഗ്രസിന്റെ UDF-ന്റെ പാനലിൽ നിന്നും 15 പേർ നോമിനേഷൻ കൊടുത്തിരുന്നു. 5 പേരുടെ നോമിനേഷൻ തള്ളിപ്പോയി. അങ്ങനെ 10 പേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി സംവരണ സീറ്റിൽ മത്സരിച്ചതാണ്. എതിരിലാണ് വിജയിച്ചിരുന്നു. പിന്നീട് 14 പേർക്ക് വേണ്ടിയുള്ള മത്സരമാണ് നടന്നത്. ഈ മത്സരത്തിൽ 3,799 വോട്ടുകൾ പോൾ ചെയ്തതിൽ എല്ലാവരും 2,500-ന് മേളിൽ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ലാഭകരമായി പോകുന്ന സഹകരണ മേഖല വലിയ പ്രതിസന്ധി നിന്നപ്പോഴും കേരളത്തിലേക്ക് ലാഭത്തിൽ പോകുന്ന ഒരു 5 ബാങ്ക് കേരളത്തിലെടുത്താൽ അതിലൊന്ന് തങ്കമണി സർവീസ് സഹകരണ ബാങ്കാണ്. നമുക്കറിയാം, സഖ്യ ടീ ഉൾപ്പെടെ, സഖ്യ ഫുഡ് ഉൾപ്പെടെ, സഖ്യ കോഫി ഉൾപ്പെടെയുള്ള ഒരുപാട് വ്യാവസായിക മേഖലയിലും പദമൂന്നിയ സ്ഥാപനമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ വിജയം ഒരുപക്ഷെ ഇവിടെ തങ്കമണിയിൽ ഒരു മത്സരമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 1966-ലാണ് 1966-ലാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് നിലവിൽ വന്നത്. 28 വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതായത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിൽ ഭദ്രമായിരുന്നു തങ്കമണി സർവീസ് സഹകരണ ബാങ്ക്. 2009-ലാണ് അവസാനമായി തെരഞ്ഞെടുപ്പ്. 2019-ലും എതിരില്ലാതെ തെരഞ്ഞെടുപ്പ്. 2024-ൽ ഒരു മത്സരം എന്ന രീതിയിലേക്ക് മാത്രം വന്നതാണ്. അതിലും 5 പേരുടെ നോമിനേഷൻ UDF-ന്റെ തള്ളിപ്പോയിരുന്നു. അവരുടെ സ്ഥാനാർത്ഥികൾ വളരെ ദയനീയമായ ഒരു പരാജയത്തിലേക്ക് പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 500 എന്നൊരു വോട്ട് ലെവലിലേക്കിന്റെ മുകളിലേക്ക് കയറുവാൻ വലിയ ബുദ്ധിമുട്ടിയാണ് ചിലർ മാത്രമാണ് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, പോൾ ചെയ്ത വോട്ടിന്റെ 75% മേൽ നേടിയാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിരിക്കുന്നത്. ശിവി. ബിജു, അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെ പുതിയ പ്രസിഡന്റായി റോമിയോ തന്നെ തുടരാനാകുമോ സാധ്യത? ഷിമിൻ, അത് എടുത്തു പറയേണ്ട കാര്യം, റോമിയോ സെബാസ്റ്റ്യൻ ഈ പ്രാവശ്യം മത്സരിച്ചിരുന്നില്ല. റോമിയോ സെബാസ്റ്റ്യൻ 3 ടൈമിൽ അടുപ്പിച്ച് വന്നുകൊണ്ട് മത്സരിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു, നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത് സൈബിച്ചൻ തോമസ് കരിമ്പമാക്കൽ എന്നയാൾ പ്രസിഡന്റ് ആകുമെന്നാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. കാരണം റോമിയോ CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ട തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ ചരിത്രം മുതൽ MB ജോർജിനെയും റോമിയോ സെബാസ്റ്റ്യനെയും കഴിയില്ല. അവർ രണ്ടുമാണ് ഇന്ന് കേരളത്തിലെ നമ്പർ 1 5 ബാങ്കുകളുടെ ഗണത്തിലേക്ക് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിനെ എത്തിച്ചത്. MB ജോർജ് മാറിയപ്പോൾ റോമിയോ സെബാസ്റ്റ്യൻ വന്നു. റോമിയോ സെബാസ്റ്റ്യൻ 15 വർഷം പൂർത്തിയാക്കിയപ്പോൾ മാറിക്കൊടുത്തിരിക്കുന്നു. CPM-ന്റെ നയമായിരുന്നു 3 പ്രാവശ്യത്തിൽ കൂടി പ്രസിഡന്റ് ആവണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റോമിയോ സെബാസ്റ്റ്യൻ പ്രാവശ്യം മത്സരിച്ചില്ല. അതുകൊണ്ട് തന്നെ സൈബിച്ചൻ തോമസ് കരിമ്പൻമാക്കൽ എന്നയാള് പ്രസിഡന്റ് ആകും എന്നാണ് അറിയുന്നത്. ശിവൻ. വ്യക്തമാകുന്നു ബിജു. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF വിജയം വരിച്ചിരിക്കുന്നു. മത്സരിച്ച 15 സീറ്റുകളിലും മിന്നും വിജയമാണ് LDF നേടിയത്. 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പോൾ ചെയ്ത വോട്ടിന്റെ 75% LDF ആണ് നേടിയത്. 2014-ലും 2019-ലും തെരഞ്ഞെടുപ്പിൽ LDF എതിരില്ലാതെ വിജയിച്ചിരുന്നു.